ഹലോ. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ തിരുവോണം എങ്ങനെയായിരുന്നെന്നൊന്ന് കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരെയും ഏൽപ്പിച്ച് കുളിപ്പിച്ച് ഞങ്ങളപ്പം കടപ്പാട്ടൂർ അമ്പലത്തിലാണ് കേട്ടോ, പാലായിൽ. അവിടെ ചെന്നപ്പോൾ നല്ല അത്തമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അകത്ത് കയറി തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തുകൂടെ എല്ലാം തൊഴുതേ. സായുവിന് അത്തപ്പൂ വാരണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ. അതിൻ്റെ അകത്ത് പോയി പിടിക്കാഞ്ഞിട്ടാണ് എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അത്തപ്പൂവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട്. വാവച്ചിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഇത്. ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തുമ്പോഴത്തേനും അവൾ ഭയങ്കര ഓട്ടമാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഒന്നും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഏതായാലും മഴ നനഞ്ഞതിൻ്റെ ഇപ്പോൾ രണ്ടുപേരും പനി പിടിച്ച് കിടപ്പാട്ടോ. വീട്ടിൽ വന്ന് സദ്യയൊക്കെ കുറേയൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ബാക്കിയെല്ലാം കൂടി ഓക്കെ ആക്കിയിട്ട് ഞങ്ങൾ ആദ്യം മക്കൾക്ക് കൊടുത്തു. രാവിലെ മഴ നനഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. സായക്കുട്ടന് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല, ഒട്ടും കഴിക്കുന്നില്ലായിരുന്നേ. അതുകൊണ്ട് അച്ഛ വാരി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവന് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പനിക്കോള് ക്ഷീണമൊക്കെ തുടങ്ങി കേട്ടോ മഴ നനഞ്ഞത്. പിന്നെ അവർ ഇലക്കകത്ത് കയറി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. വാവിച്ചൊക്കെയാണ് പകുതി ഇല കീറിക്കളഞ്ഞ് ദേണ്ട ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. രണ്ടുപേരും അധികം ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. അടുത്തിരിക്കുന്ന ഞങ്ങളുടെ മാമൻ്റെ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് വലിയധികം ഒന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളും കഴിക്കാനിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ചോറ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യ കുറേ നാളുകൾക്ക് ശേഷം കഴിച്ച് വയറ് നിറച്ച് കഴിച്ച ഒരു പായസം കൂടെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചച്ഛനും പിള്ളേരും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വീട്ടിലോട്ട് ചെല്ലാൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വലിയ പരിപാടിയാണ്. എല്ലാ ഓണത്തിനും ക്ലബിൻ്റെ വക ഭയങ്കര പരിപാടി, മത്സരങ്ങളും ഗാനമേളയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി, കുറേ മത്സരം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി പിള്ളേരുടെ കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. ശരിക്കും ഞാനൊരു 13-14 വർഷത്തിന് ശേഷമാണ് കേട്ടോ എൻ്റെ അമ്മ വീട്ടിൽ ആഘോഷിക്കാൻ പോകുന്നത് ഓണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ വലിയൊരു കാരണമാണ് കേട്ടോ. എൻ്റെ ലവ് മാരേജ് ആയിരുന്നേ. ആർക്കും അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. വേറെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേനും എനിക്ക് ഇറങ്ങിപ്പോകേണ്ട വന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നോട് ചെറിയൊരു പിണക്കമായിരുന്നു കേട്ടോ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പോഴും സംസാരിക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഗാനമേള ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ഗാനമേളയായിരുന്നു കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിച്ചു. നല്ല പാട്ടൊക്കെ ആയിരുന്നു. ഇവിടെ വെച്ചുവാണി വന്നിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു. ഒരു പെരുന്നാളിൻ്റെ പ്രതീതിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സായക്കുട്ടനൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇച്ചിരി മരുന്ന് കഴിച്ച് ഇച്ചിരി ഒരു ക്ഷീണം കുറഞ്ഞപ്പോഴത്തേനും ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ കിടന്നുകൊണ്ട്. തുള്ളി അവസാനം അപ്പിടി ക്ഷീണമായിപ്പോയി കേട്ടോ. ഒരു ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് കഴിച്ചു. കഴിക്കേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ കൊച്ചു കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ എന്നാ ചെയ്യാൻ പറ്റും. അവനെ എല്ലാവരെയും ഐസ്ക്രീം തീറ്റിച്ചിട്ട് അവനും കഴിച്ചു. അപ്പോൾ ആ ക്ഷീണം അങ്ങോട്ട് കൂടിയിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ആളാകെ അവശതയായിപ്പോയി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കിടപ്പേ ആയിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, എണീക്കാൻ പറ്റത്തില്ല, എപ്പോഴും കൂടെ ഇരിക്കാനും പറഞ്ഞിട്ട് ഭയങ്കര വഴക്കും, ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ സായുവിന്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞതേ ഉള്ളൂ. സായുവിന് ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേനും വാവച്ചിക്കും അങ്ങോട്ട് പിടിച്ചു കേട്ടോ. പിന്നെ ഗാനമേളയൊക്കെ തീർന്നത് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നല്ല സൂപ്പർ ഗാനമേളയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. കണ്ടോ, സായിക്കുട്ടൻ്റെ അച്ഛനും കൂടെ കിടന്ന് തുള്ളുന്ന തുള്ളക്കുവാണ്. ഗാനമേള എവിടെ ഉണ്ടെങ്കിലും ഇത് പതിവാണ് കേട്ടോ. ഞങ്ങൾക്ക് പോയി തുള്ളിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല.
ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഒരേപോലെ നന്നായി ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന വലിയ ആഘോഷമാണ് ഓണം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ചെറുപ്പത്തിലെയൊക്കെ ഒരു ഓർമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ വർഷവും മിക്കവാറും ഞങ്ങൾ വരുമായിരുന്നു ചെറുപ്പത്തിൽ ഓണത്തിന് അവധിക്ക് നിൽക്കാനൊക്കെ.